ഹലോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഐഫൽ ടവറിൽ നിന്ന് ഇറങ്ങി ഇനി പോകുന്നത് ലൗറെ മ്യൂസിയം കാണാനാണ്. ലൗറെ പാലസിൻ്റെ അകത്താണ് ലൗറെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ലോകപ്രശസ്ത ആർട്ട് വർക്ക് മൊണാലിസ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ സന്ദർശിക്കാനും നമുക്ക് ടിക്കറ്റ് ആവശ്യമാണ്. അത് നമ്മൾ ഇന്നലെ തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല തിരക്കുണ്ട്. നമ്മൾ ഏകദേശം മ്യൂസിയത്തിൻ്റെ പുറത്തെത്തിയിരിക്കുകയാണ്. ഇവിടെയും നല്ല തിരക്കാണ്. വർഷത്തിൽ 10 മില്യണിലധികം ആളുകൾ സന്ദർശിക്കുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ ലൗറെ മ്യൂസിയം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു പാലസ് ആണ്. ഇതിനകത്താണ് മ്യൂസിയം ഉള്ളത്. ലൗറെ മ്യൂസിയം എന്നും ലൂവർ മ്യൂസിയം എന്നും രണ്ട് രീതിയിൽ നമുക്ക് പറയാം. കാരണം ഇംഗ്ലീഷിലുള്ള ഇതിൻ്റെ എല്ലാം പ്രൊനൗൺസിയേഷൻ എക്സാക്ട്ലി എനിക്കും അറിയില്ല. ഫ്രഞ്ച് നിർമ്മിത പുരാതന കെട്ടിടങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നതെല്ലാം. എല്ലാ കെട്ടിടങ്ങളും അതിമനോഹരമാണ്. 35,000-ലധികം കലാസൃഷ്ടികൾ ഇതിനകത്തുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രശസ്തമായതാണ് ലിയാനാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസ എന്ന് പറയുന്ന ചിത്രം. അതുകൂടാതെ പുരാതന ഗ്രീക്ക് ശില്പം വീനസ് ഡി മിലോ കൂടി ഇതിനകത്തുണ്ട്. ഇവിടെ വന്നതിന്റെ പ്രധാന ലക്ഷ്യം നമ്മളെല്ലാം കേട്ടിട്ടുള്ള മൊണാലിസ എന്ന് പറയുന്ന ചിത്രം കാണുക എന്നുള്ളതാണ്. ഈ കാണുന്ന ഗ്ലാസ് പിരമിഡ് പോലെയുള്ള ഭാഗം മ്യൂസിയത്തിന്റെ ഭാഗമാണ്. കൂടാതെ പ്രധാന ഫോട്ടോഷൂട്ട് പോയിന്റ് കൂടിയാണ്. ഒരുപാട് പേര് ഇതിന് മുന്നിൽ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഞങ്ങളും ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടു അവിടെ നിന്നിട്ട്. സമയം 2 മണിയായി. നമുക്കുള്ളിലോട്ട് കയറാനുള്ള സ്ലോട്ട് 2 മണിയുടേതാണ്. ഇതാണ് മ്യൂസിയത്തിന്റെ ഉള്ളിലെ ആദ്യ കാഴ്ച. അപ്പോൾ നമ്മൾ അങ്ങനെ മ്യൂസിയത്തിന്റെ അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. അകത്തുള്ള ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.